ചാലക്കുടിയിലെ ഒരു പാവപ്പെട്ട വീട്ടിൽ ജനിച്ച രാമൻ മണി നാടൻ പാട്ടുകളിലൂടെയും മിമിക്രികളിലൂടെയും സിനിമയിൽ പകരം വയ്ക്കാനില്ലാത്ത തന്റേതായ കോമഡി അഭിനയ ശൈലിയിലൂടെയും ലോകത്തെമ്പാടുള്ള മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച്. ഇങ്ങനെ ചോദിച്ചാൽ കുട്ടികൾക്ക് മനസ്സിലാവില്ല, അമ്പൂരി ഭാഷ ചോദിക്കണം. പിന്നീട് നായകനായും ഈ കറമ്പനാളൊരു കുറുമ്പനാ. നായകനെ വെല്ലുന്ന വില്ലൻ വേഷങ്ങളിലൂടെയും. നിങ്ങൾ ഇപ്പൊ വായിച്ച വേദപുസ്തകത്തിലെ ദുഷ്ടനും അധർമ്മിയും ശത്രു ഞാൻ തന്നെയാ. പേര് നടേശൻ. മലയാളികളെ മാത്രമല്ല തമിഴടക്കമുള്ള തെന്നിന്ത്യൻ സിനിമാ പ്രേമികളെ അഭിനയം കൊണ്ട് ഞെട്ടിച്ച് മുൻനിര നടന്മാരിലെ ഒരാളെ സിനിമയിൽ തിളങ്ങി നിൽക്കുമ്പോഴും മറ്റു സിനിമാ താരങ്ങളെ പോലെ താരസിംഹാസനത്തിൽ ഇരിക്കാതെ നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി എന്നും നമ്മളിൽ ഒരാളായിരുന്ന കലാഭവൻ മണി, നമ്മൾ മലയാളികളുടെ സ്വന്തം മണിച്ചേട്ടൻ. ഒടുവിൽ ഒരിക്കലും പ്രതീക്ഷിച്ചിരിക്കാത്ത നേരത്ത് മലയാളികളുടെ മനസ്സിനെ ഒരുപാട് വേദനിപ്പിച്ച് നമ്മളെ വിട്ടുപോയ മണിച്ചേട്ടൻ. ഒരു ഓട്ടോ ഡ്രൈവറായി ജീവിതം തുടങ്ങിയ രാമൻ മണി എങ്ങനെയാണ് തെന്നിന്ത്യൻ സിനിമയിലെ ഒരിക്കലും മറക്കാനാവാത്ത, മലയാളികളുടെ മനസ്സിൽ ഒരിക്കലും മരണമില്ലാത്ത കലാഭവൻ മണി എന്ന സിനിമാ താരമായത്? അപ്പൊ ഇതാണ് ഇവിടുത്തെ ഒരു സെറ്റപ്പ്. സാമിയേ സ്റ്റഡി ആണല്ലോ. ശരണമയ്യപ്പ. തൃശ്ശൂരിലെ ചാലക്കുടിയിൽ കുന്നിശ്ശേരി വീട്ടിൽ രാമന്റെയും അമ്മിണിയുടെയും മകനായി 1971 രാമൻ മണി എന്ന കലാഭവൻ മണി ജനിക്കുന്നത്. ചാലക്കുടി ഓട്ടോ സ്റ്റാൻഡിൽ ഒരു ഓട്ടോ ഓടിച്ച് ജീവിതം തുടങ്ങിയ മണി മലയാള സിനിമയ്ക്ക് ഒരുപാട് നടന്മാരെ തന്നിട്ടുള്ള കൊച്ചിൻ കലാഭവനിൽ മിമിക്രി ആർട്ടിസ്റ്റ് ആയിട്ട് ചേരുന്നതോടെയാണ് രാമൻ മണി കലാഭവൻ മണി ആകുന്നത്. 1991 വിജയകാന്തിന്റെ തമിഴ് സിനിമ ക്യാപ്റ്റൻ പ്രഭാകരനിൽ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയാണ് കലാഭവൻ മണി ആദ്യമായിട്ട് സിനിമയിൽ എത്തുന്നത്. ശരിക്കും സിനിമയിൽ മുഖം കാണിച്ചു എന്ന് പറയാൻ പറ്റുന്ന വേഷം പോലും അല്ലായിരുന്നു അത്. പിന്നെയും 4 വർഷം കഴിഞ്ഞ് 1995 സുരേഷ് ഗോപി നായകനായ അക്ഷരത്തിലാണ് മണിക്ക് സിനിമയിൽ മുഖം കാണിക്കാൻ ഒരു റോൾ ആദ്യമായിട്ട് കിട്ടുന്നത്. എന്നാൽ മലയാള സിനിമയിൽ തന്റേതായ ഒരു സ്ഥാനം മണി ഉറപ്പിക്കുന്നത് മുഖം മറയ്ക്കും നിന്റെ മനൊരു മുല്ല പൂങ്കാവോ 1996 ഇറങ്ങിയ ലോഹിദാസിന്റെ സല്ലാപത്തിലൂടെയാണ്. കലാഭവനിലൂടെ തന്നെ സിനിമയിലെത്തിയ ദിലീപ് ആയിരുന്നു സിനിമയിലെ നായകൻ. സിനിമകളുടെ കൂടെ കലാഭവനിലെ കോമഡി സ്കിറ്റുകളിലൂടെയും നാടൻ പാട്ടുകളിലൂടെയും എല്ലാം കലാഭവൻ മണി മലയാളികളുടെ മനസ്സിൽ ഇടം നേടിക്കൊണ്ടിരുന്ന ഒരു കാലം കൂടിയായിരുന്നു അത്. ഓടേണ്ട ഓടേണ്ട ഓടിത്തളരേണ്ട, കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്ന് ഞാൻ കണ്ടപ്പോൾ തുടങ്ങിയ മണിയുടെ നാടൻ പാട്ടുകൾ മലയാളികൾ പാടിക്കൊണ്ട് നടക്കുന്ന സമയം. മണിയുടെ നാടൻ പാട്ടുകൾ കേൾക്കാത്ത മലയാളികൾ അന്ന് ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം. ഇനി സിനിമകളിലാണെങ്കിൽ ദില്ലിവാല രാജകുമാരല്ലേ മണിയും, മന്ത്രമോതിരത്തിലെ പാപ്പച്ചനും, കഥാനായകനിലെ കുട്ടനും, ഭാര്യാഗൃഹേ പരമസുഖം ദിനമൊട്ടു കഴിഞ്ഞാൽ പട്ടിക്ക് സമം, മായപ്പൊന്മാനിലെ ഫ്രെഡിയും, കാലത്ത് ഇവനാണ് മമ്മിയെങ്കിൽ വൈകിട്ട് ഞാനാണ് സാർ വൈഫ്. അപ്പൊ ഡാഡി കൊട്ടാരം വീട്ടിലെ പൂട്ടലിലെ മണിയനും, ഓർമ്മശക്തി ഉണ്ടാക്കാനുള്ള ചികിത്സയ്ക്ക് ഓട്ടോ, കേൾവി ശക്തി ഉണ്ടാക്കാനുള്ളത് കേട്ടോ, കാഴ്ച ശക്തി ഉണ്ടാക്കാനുള്ളത് കണ്ടോ, മീനത്തിൽ താലികെട്ട്, അച്ചാമ്മക്കുട്ടിയുടെ അച്ചായൻ എന്നീ സിനിമകളിലെ ബുദ്ധിമാന്തിയുള്ള ഓച്ചൂട്ടിയും സണ്ണിച്ചനും, കുഞ്ഞമ്മാന്റെ മോനെ അല്ല അപ്പൊ ഇതെന്റെ തന്തയാ, ആലിബാബയും 6 കള്ളന്മാരിലെ കള്ളൻ പലചരക്ക് ചാണ്ടിയും, പ്രണയനിലാവിലെ മൂസുട്ടിയും, ജെയിംസ് ബോണ്ടിലെ മാത്തപ്പനും എല്ലാം മലയാളികളെ പൊട്ടിച്ചിരിപ്പിച്ചപ്പോ മെന്റൽ ഉണ്ടോ എനിക്കിന്ന് സംശയിക്കുന്നവരുണ്ടേ, വെറുതെ എനിക്കൊരു കുഴപ്പമില്ല. 1998 ഇറങ്ങിയ മൾട്ടി സ്റ്റാർ മൂവി സമ്മർ ഇൻ ബത്ലഹേമിലെ മോനായി കോമഡി ടൈമിംഗ് കൊണ്ട് നമ്മളെ ചിരിപ്പിച്ചത് മാത്രമല്ല, കൂടെ അഭിനയിച്ച സൂപ്പർ താരങ്ങളായ ജയറാമിന്റെ രവിശങ്കറിനേക്കാളും സുരേഷ് ഗോപിയുടെ ഡെന്നീസിനേക്കാളും കോമ്പിനേഷൻ സീനുകളിൽ മോനായി ഒരു പടി മുകളിൽ തന്നെ സ്കോർ ചെയ്യുകയും ചെയ്തു. അതുവരെ കോമഡി സഹതാര വേഷങ്ങൾ മാത്രം ചെയ്തിരുന്ന മണി 1999 ഇറങ്ങിയ മൈ ഡിയർ കരടിയിലൂടെ ആദ്യമായി ഒരു സിനിമയിൽ നായകനായിട്ട് അഭിനയിച്ചു. തുടർന്നിറങ്ങിയ വാണിജ്യനാഥിന്റെ ആക്ഷൻ ഹിറ്റ് സിനിമയായ ഇൻഡിപെൻഡൻസിലും നായകതുല്യായ മുന്ന എന്ന വേഷത്തിൽ അഭിനയിച്ച മണി എന്ന കോമഡി വേഷങ്ങൾക്ക് അപ്പുറത്തുള്ള തന്റെ ഉള്ളിലെ മികച്ച നടനെ മലയാളികൾക്ക് കറക്റ്റ് ആയിട്ട് കാണിച്ചു കൊടുത്തത് 1999 ഇറങ്ങിയ വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന വിനയ സിനിമയിലൂടെയായിരുന്നു. സിനിമയിലെ കണ്ണ് കാണാത്ത അനിയത്തിമാർക്ക് സംഭവിച്ച ദുരന്തത്തിന് പ്രതികാരം ചെയ്യുന്ന പാട്ടുകാരൻ രാമുവിലൂടെ മലയാളികൾ അന്നേ വരെ കണ്ടിട്ടില്ലാത്ത സിനിമയിലെ കലാഭവൻ മണി ശരിക്കും മലയാള സിനിമാ പ്രേമികളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുകയായിരുന്നു. സിനിമയിൽ അത്ര മനോഹരായി തകർത്ത് അഭിനയിച്ച കലാഭവൻ മണിക്ക് തലനാരിഴയ്ക്കാണ് മികച്ച നടനുള്ള നാഷണൽ അവാർഡ് നഷ്ടമായത്. എനിക്ക് കണ്ണു വേണ്ട, എന്ന സിനിമയിലെ ഗംഭീര അഭിനയത്തിന് നാഷണൽ അവാർഡ് ജൂറിയുടെയും കേരള സ്റ്റേറ്റ് അവാർഡ് ജൂറിയുടെയും സ്പെഷ്യൽ ജൂറി അവാർഡ് മണിക്ക് കിട്ടി. വാസന്തി ലക്ഷ്മിയും പിന്നെ ഞാനും കലാഭവൻ മണിയുടെ സിനിമാ ജീവിതത്തിലെ തന്നെ വലിയൊരു വഴിത്തിരിവായിരുന്നു. സിനിമയ്ക്ക് ശേഷം കോമഡി വേഷങ്ങളുടെ കൂടെ സീരിയസ് ക്യാരക്ടർ റോളുകളും നെഗറ്റീവ് വില്ലൻ വേഷങ്ങളും മണി ചെയ്യാൻ തുടങ്ങി. പല്ലേട്ടലിന്റെ പപ്പൻ, ഇത് സ്ഥലം മരുതൂർമലയാ, എന്റെ പേര് കാട്ടിപ്പള്ളി പാപ്പൻ. സൂത്രധാരനിലെ സദാനന്ദൻ, വക്കാലത്ത് നാരായണൻകുട്ടിയിലെ മിന്നൽ ചന്ദ്രൻ
തുടങ്ങിയ സീരിയസ് വേഷങ്ങളിൽ അഭിനയിച്ച മണി 2001 മമ്മൂട്ടി സിനിമ രാക്ഷസരാജാവിലെ മന്ത്രി ഗുണശേഖരൻ എന്ന ക്രൂരനായ വില്ല വേഷത്തിലൂടെ സിനിമാ പ്രേമികളുടെ കയ്യടി നേടി. 3ാം ക്ലാസ്സിൽ 3 കൊല്ലം തോറ്റ എന്റെ തലയുടെ ബുദ്ധി IPS ചരച്ച നിന്റെ തലക്കില്ലടാ. പിന്നീട് ഇറങ്ങിയ അച്ഛനെയാണ് എനിക്കിഷ്ടം എന്ന സിനിമയിൽ നായകവേഷം വീണ്ടും ചെയ്ത മണി ബുദ്ധിമാന്തിയുള്ള കുട്ടനായെത്തിയ വിനയന്റെ കരുമാടിക്കുട്ടലിലെ അഭിനയം ഏറെ പ്രശംസിക്കപ്പെട്ടപ്പോ 2002 വാൽക്കണ്ണാടിയിലെ സമനില തെറ്റിയ അപ്പുണ്ണിയായി തകർത്ത് അഭിനയിച്ച കലാഭവൻ മണി ഒരിക്കൽ കൂടി സിനിമാ പ്രേമികളെ ഞെട്ടിച്ചു. സിനിമയിൽ സമനില തെറ്റിയ അപ്പുണ്ണി പാട്ടുപാടിക്കൊണ്ട് താൻ അത്രമാത്രം സ്നേഹിക്കുന്ന ദേവുവിനെ കാൽച്ചങ്ങലിട്ട് വലിക്കുന്ന സീനെല്ലാം സിനിമ കണ്ടുകൊണ്ടിരുന്നവരുടെ ചങ്ക് തകർത്തു. മലയാളി മാമൻ വടക്കത്തിലെ പെരുമാൾ, വെള്ളിത്തിരയിലെ വാക്കത്തി വാസു, ബാലേട്ടനിലെ മുസ്തഫ, സേതുരാമയ്യർ CBIയിലെ ഈശോ അലക്സ്, നാട്ടുരാജാവിലെ മണിക്കൂട്ടൻ എന്നീ സീരിയസ് ക്യാരക്ടർ റോളുകൾ മികച്ച രീതിയിൽ തന്നെ അവതരിപ്പിച്ച മണിയുടെ അനന്തഭദ്രത്തിലെ കണ്ണ് കാണാത്ത ചെമ്പൻ ഗുരുക്കളായുള്ള അഭിനയം നിരൂപക പ്രശംസ നേടി. ഈ വർഷങ്ങളിൽ സീരീസ് വേഷങ്ങൾക്ക് പുറമെ വെട്ടം, ബാംബു ബോയ്സ്, കുബേരൻ, നന്ദനം, വൺ മാൻ ഷോ, ദോസ്ത് എന്നീ സിനിമകളിൽ കോമഡി വേഷങ്ങളും മണി ചെയ്തിരുന്നു. ഇതിനിടയിൽ 2002 വിക്രമിന്റെ തമിഴ് സിനിമ ജെമിനിയിൽ മിമിക്രി കാണിക്കുന്ന തേജ എന്ന വില്ലനായും സിനിമയുടെ തെലുങ്ക് റീമേക്കിൽ ലഡ്ഡയായും ഗംഭീര അഭിനയം കാഴ്ചവെച്ച് ഇതിനകം തന്നെ മണി തമിഴ് തെലുങ്ക് സിനിമാ പ്രേമികളുടെ മനസ്സിലും ഇടം നേടിയിരുന്നു. വാസന്തി ലക്ഷ്മിയും പിന്നെ ഞാനും സിനിമയിലെ മണിയുടെ അഭിനയം കണ്ട് കണ്ണു തള്ളി. പിന്നീട് സിനിമയുടെ തമിഴ് റീമേക്കിൽ അഭിനയിച്ച വിക്രായിരുന്നു മണിയെ ജെമിനിയിലേക്ക് സജസ്റ്റ് ചെയ്തിരുന്നത്. ജെമിനി ബോക്സ് ഓഫീസിൽ വൻ വിജയമായതിന് നിരൂപക പ്രശംസ നേടിയ കലാഭവൻ മണിയുടെ ആ വില്ലൻ റോൾ ഒരു പ്രധാന പങ്ക് വഹിച്ചു. മണിയുടെ ആ വില്ലൻ റോൾ തമിഴ് സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച വില്ലൻ വേഷങ്ങൾ ഒന്നായാണ് വിലയിരുത്തപ്പെടുന്നത്. അതുവരെ മലയാളത്തിൽ നായകനായിട്ട് അഭിനയിച്ചെങ്കിലും ഒരു സ്റ്റാറായി ഒരു മാസ് സിനിമയിൽ അഭിനയിക്കാനോ അല്ലെങ്കിൽ 2 മാസ് ഡയലോഗ് അടിക്കാനോ തരത്തിലുള്ള വേഷങ്ങളോ അല്ലെങ്കിൽ അവസരങ്ങളോ ഒന്നും മണിക്ക് കിട്ടിയിരുന്നില്ല. 2005 ഇറങ്ങിയ ബെൻ ജോൺസൺ എന്ന ആ കുറവ് നികത്തി. ഓർമ്മയില്ലേ ഈ മുഖം? മറന്നുപോയി ഓർമ്മിപ്പിക്കാം. ഞാൻ ജോൺസൺ, ഗുണ്ടാ പത്രോസിന്റെ മകൻ ജോൺസൺ. സിനിമയിലെ മാസ് സീനുകളും ആക്ഷനും മണിയുടെ തീ പാർന്ന ഡയലോഗെല്ലാം തിയേറ്ററുകളെ ഇളക്കി മറിച്ചപ്പോ സിനിമ ജയിച്ചെന്ന് മാത്രമല്ല അക്കൊല്ലത്തെ ഏറ്റവും കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ സിനിമകളിൽ ഒന്നുമായി ബെൻ ജോൺസൺ. ബെൻ ജോൺസണിനുണ്ടായ വലിയ വിജയം പക്ഷെ മണിക്ക് ചെറിയൊരു പണി കൂടി കൊടുത്തു. സിനിമയുടെ വിജയം കലാഭവൻ മണി അതുപോലത്തെ വേഷങ്ങളിൽ തുടർച്ചയായിട്ട് ചെയ്യുന്നതിന് കാരണമായി. കാര്യമായ കഥയൊന്നും ഇല്ലാതെ കുറെ വായിൽ തോന്നിയ ഡയലോഗും ആക്ഷനും ഒക്കെ ആയി ഇറങ്ങിയ അത്തരം സിനിമകളെല്ലാം ബോക്സ് ഓഫീസിൽ പരാജയമായി എന്ന് മാത്രമല്ല സിനിമ കാണാനെത്തിയവരെ ശരിക്കും വെറുപ്പിക്കുകയും ചെയ്തു. 2007 ലാലേട്ടന്റെ ചോട്ടാവുമ്പയിൽ മണി ചെയ്ത നടേശൻ എന്ന വില്ലൻ വേഷം ആദ്യം ഞാൻ കൊല്ലുന്നത് തന്നെയായിരിക്കും. തന്റെ മരണം കണ്ട് മനസ്സൊന്ന് അടച്ചു നിൽക്കുമ്പോ എന്റെ മകനെ ഞാൻ കൊല്ലും. മലയാള സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച വില്ലൻ കഥാപാത്രങ്ങളിൽ ഒന്നായപ്പോ ഇത് 2 കുപ്പി കള്ളിന്റെ പുറത്ത് കൊച്ചിയിലെ ലോക്കൽ കുണ്ടകൾ പറയണ വാക്കല്ല, കൊല്ലുന്നു പറഞ്ഞ് ഈ നടേശൻ കൊന്നിരിക്കും. 2009 ഇറങ്ങിയ സിബിമലയിലെ 1001 അരവിന്ദനിലൂടെ വീണ്ടും അഭിനയിക്കാൻ സ്കോപ്പുള്ള നായകവേഷം ചെയ്ത മണി പക്ഷെ നായകനായി 2010 ഇറങ്ങിയ പുള്ളിമാൻ, ബ്ലാക്ക് സ്റ്റാലിയൻ, ക്യാൻവാസ് എല്ലാം നിരാശപ്പെടുത്തിയെന്ന് മാത്രമല്ല ബോക്സ് ഓഫീസിൽ നിലം തൊട്ടില്ല. 2012 കലാഭവൻ മണിയുടെ തിരിച്ചുവരവ് കണ്ട വർഷമായിരുന്നു. 2012 ഇറങ്ങിയ അമൽ നീരദിന്റെ ബാച്ചലർ പാർട്ടിയിൽ അയ്യപ്പനായി മാറിയ ന്യൂജൻ മലയാള സിനിമയിലും ശക്തമായ തിരിച്ചുവരവ് നടത്തിയ കലാഭവൻ മണി ആ വർഷം തന്നെ ഇറങ്ങിയ ലാൽ ജോസ് പൃഥ്വിരാജ് ടീമിന്റെ അയാളും ഞാനും തമ്മിൽ എന്ന സിനിമയിൽ അവതരിപ്പിച്ച ASI പുരുഷോത്തമിലൂടെ മണിയിലെ നടനെ മലയാള സിനിമാ പ്രേമികൾക്ക് ഒരിക്കൽ കൂടി കാണാനായി. പ്രത്യേകിച്ചും സിനിമയിലെ ഹോസ്പിറ്റൽ സീനല്ല മണിയുടെ അഭിനയത്തിലെ കഴിവ് ശരിക്കും പുറത്തെടുക്കാൻ പോകുന്ന തന്നെയായിരുന്നു. എന്നാൽ 2013 ഇറങ്ങിയ ആമേനിൽ കലാഭവൻ മണി എന്ന നടന്റെ അഭിനയത്തിലെ റേഞ്ച് LJP ലൂയി പാപ്പനിലൂടെ അതിമനോഹരമായി ഒപ്പിയെടുത്തു. ദൃശ്യത്തിന്റെ തമിഴ് റീമേക്കായി 2015 ഇറങ്ങിയ പാപനാശത്തിൽ കോൺസ്റ്റബിൾ പെരുമാളായി നെഗറ്റീവ് വേഷത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കലാഭവൻ മണി മലയാളത്തിന് പുറമെ 30ഓളം തമിഴ് സിനിമകളിലും 7 തെലുങ്ക് സിനിമകളിലും 2 കന്നഡ സിനിമകളിലും അഭിനയിച്ച് തെന്നിന്ത്യൻ സിനിമാ ലോകത്തെമ്പാടും ആരാധകരെ ഉണ്ടാക്കിയിരുന്നു. സിനിമയിൽ സ്റ്റാറായി തിളങ്ങി എന്ന സമയത്തും ആൾക്കാരിൽ നിന്ന് അകലം പാലിക്കാതെ ആൾക്കാരിലേക്ക് ഇറങ്ങി അവരിൽ ഒരാളായിരുന്ന മണിയെ അടുത്ത വീട്ടിലെ ഏട്ടൻ, അനിയൻ അല്ലെങ്കിൽ മകൻ എന്ന തരത്തിലായിരുന്നു മലയാളികൾ കണ്ടുകൊണ്ടിരുന്നത്. മറ്റ് സിനിമാ താരങ്ങളെ പോലെ താരചാടകളൊന്നും ഇല്ലാതെ എല്ലാവരോടും അടുത്തിടപഴകിയിരുന്ന മണിച്ചേട്ടൻ തന്റെ അടുത്ത് സഹായം ചോദിച്ചു വരുന്നവരെയും നിരാശപ്പെടുത്തിയിരുന്നില്ല. ഒന്ന് പറയാനുണ്ട്, എന്നെ ഒരു സിനിമാ താരമായിട്ട് ആരും കാണരുത്. ഞാൻ ഒരു സാധാരണക്കാരനായ ഒരു മണിയാണ്. വന്ന വഴി ഒരിക്കലും മറക്കാതിരുന്ന മണി സഹായം ആവശ്യമുള്ളവർക്ക് അത് ചോദിക്കാതെയും കൊടുത്തിരുന്നു. നാട്ടിലെ സ്കൂളുകൾക്കടക്കം സാമ്പത്തിക സഹായങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ചാരിറ്റികൾ ചെയ്തുകൊണ്ടിരുന്ന മണിയെ കാണാൻ മണി വീട്ടിലുള്ള ദിവസങ്ങളിൽ ശരാശരി 20 പേരെങ്കിലും സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് മണിയുടെ വീട്ടിലേക്ക് എത്താറുണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ മലയാളികൾക്ക് വെറും ഒരു സിനിമാ താരം മാത്രം ആയിരുന്നില്ല കലാഭവൻ മണി. എന്നാൽ 2016 മാർച്ച് 5-ാം തീയതി ചോര ഛർദ്ദിച്ച നിലയിൽ കലാഭവൻ മണിയെ കൊച്ചി അമൃത ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത വാർത്തയാണ് മലയാളികൾ കേട്ടത്.
അതുവരെ മണിക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതൊന്നും കേൾക്കാത്തതുകൊണ്ട് തന്നെ ഇതൊരു വലിയ പ്രശ്നമാകില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ലോകത്തെമ്പാടുള്ള മലയാളികളെ ഞെട്ടിച്ചുകൊണ്ട് വേദനിപ്പിച്ചുകൊണ്ട് 2016 മാർച്ച് 6-ാം തീയതി രാത്രി 7:15 ഇപ്പോൾ വന്ന പെട്ടെന്നൊരു വാർത്തയിലേക്ക് കയറുകയാണ്. ചലച്ചിത്ര താരം കലാഭവൻ മണി കൊച്ചിയിൽ അന്തരിച്ചു. മലയാളികളുടെ മണിച്ചേട്ടൻ 46-ാം വയസ്സിൽ മലയാളികളോട് ഈ ലോകത്തോട് വിട പറഞ്ഞു. കേട്ടത് സത്യമാകല്ലേ എന്ന് പ്രാർത്ഥിക്കാത്ത മലയാളികൾ ആ രാത്രി ഉണ്ടാകില്ല. കാരണം ആ മരണം ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ മണിക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുള്ളതായി മുമ്പൊരു ന്യൂസും വന്നിട്ടുണ്ടായിരുന്നില്ല. മണിയുടെ ചാലക്കുടിക്കാർ മാത്രമല്ല, സിനിമാ പ്രേമികൾ മാത്രമല്ല, ലോകത്തെമ്പാടുള്ള മലയാളികളെല്ലാം വേദനയോടെയാണ് ആ വാർത്തകളെല്ലാം കണ്ടത്. പിന്നീട് മരണത്തെക്കുറിച്ചുള്ള കൂടുതൽ വാർത്തകളെല്ലാം പുറത്തു വന്നു. അമിത മദ്യപാനം കൊണ്ട് ഫാറ്റ് ലിവർ അടക്കമുള്ള കരൾ രോഗങ്ങളെല്ലാം ഗുരുതരായിരുന്ന മണി മരിക്കുന്നതിന്റെ തലേ ദിവസം പോലും ബിയർ അമിതമായി കുടിച്ചിരുന്നു. ചാരായത്തിൽ കാണാറുള്ള ടോക്സിക് ആയ മീഥൈൽ ആൽക്കഹോൾ മണിയുടെ ശരീരത്തിൽ അമിതമായി ഉണ്ടായിരുന്നു. കരൾ രോഗവും എല്ലാം മരണത്തിന് കാരണമായി. ഡോക്ടർമാർ കരൾ രോഗം ഉണ്ടായതുകൊണ്ട് മദ്യപിക്കരുത് എന്ന് മണിയെ പലതവണ വാൺ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ മണി കുറച്ചു കാലമായിട്ട് ഡിപ്രഷനിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സിവിയർ ഡിപ്രഷനും ചിലപ്പോൾ മണിയുടെ ആൽക്കഹോളിക് അഡിക്ഷൻ കൂടിയിട്ടുണ്ടാകും. പിന്നീടും പല കോൺസ്പിരസി തിയറികളും മണിയുടെ മരണത്തിന് പിന്നിൽ ഉണ്ടാവുകയും അന്വേഷണം CBIക്ക് വരെ പോവുകയും ചെയ്തു. പക്ഷേ ഇനി ആരന്വേഷിച്ചാലും എന്ത് തെളിഞ്ഞാലും മണിയുടെ മരണം കൊണ്ട് മലയാളികൾക്ക് ഉണ്ടായ നഷ്ടം നികത്താൻ പറ്റുന്നതല്ല. അത് തെളിയിക്കുന്നത് തന്നെയായിരുന്നു മണിയുടെ സംസ്കാരത്തിന് പങ്കെടുത്ത ആയിരക്കണക്കിന് വരുന്ന ജനങ്ങൾ. കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള മണിയെ സ്നേഹിച്ച ആയിരക്കണക്കിന് വരുന്ന ജനങ്ങൾ കരഞ്ഞുകൊണ്ടായിരുന്നു അവരുടെ മണിച്ചേട്ടനെ അവസാനമായി യാത്ര അയച്ചത്. മലയാള സിനിമയ്ക്ക് ഇനിയും ഒരുപാട് നല്ല വേഷങ്ങൾ തരാൻ മണിച്ചേട്ടന് പറ്റുമായിരുന്നു. ഇന്നത്തെ മാറിയ മലയാള സിനിമയിൽ മണിയിലെ നടനെ പൂർണ്ണമായും തന്നെ പുറത്തെടുക്കാൻ പോകുന്ന ഒരുപാട് വേഷങ്ങൾ മണിക്ക് കിട്ടുകയും ചെയ്യായിരുന്നു. പക്ഷെ അതിനൊന്നും കാത്തു നിൽക്കാതെ മലയാള സിനിമയ്ക്ക് അല്ല, തെന്നിന്ത്യൻ സിനിമയ്ക്ക് തന്നെ നികത്താനാവാത്ത നഷ്ടമായി മണിച്ചേട്ടൻ പോയി. കലാഭവൻ മണി ചെയ്ത അനശ്വരാക്കിയ കോമഡി വേഷങ്ങളും ക്യാരക്ടർ റോളുകളും വില്ലൻ വേഷങ്ങളും നായക കഥാപാത്രങ്ങളും മറ്റൊരാൾക്ക് ചെയ്യാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് തന്നെ കലാഭവൻ മണി എന്ന നടന് ഒരു പകരക്കാരൻ ഇനി ഉണ്ടാകാൻ ഇടയില്ല. വില്ലനായിട്ട് കാണുമ്പോൾ അവരെ കണ്ടിട്ട് പേടിച്ചു, ക്യാരക്ടർ ആർട്ടിസ്റ്റ് ആയിട്ട് കാണുമ്പോൾ അവരോട് കരഞ്ഞു, ഒരു കോമഡിയനായിട്ട് ചെയ്യുമ്പോൾ ചിരിച്ചു. മാത്രല്ല കലാഭവൻ മണി എന്ന നടനേക്കാൾ താഴെക്കിടയിൽ നിന്ന് വന്ന അവരുടെ പ്രശ്നങ്ങളും വേദനകളും അറിയാവുന്ന മണിച്ചേട്ടൻ എന്ന മനുഷ്യ സ്നേഹി മലയാളികൾ അവരുടെ ചേട്ടനെ പോലെ, അനിയനെ പോലെ, മകനെ പോലെ കണ്ട് ഇഷ്ടപ്പെട്ട് അവരിൽ ഒരാളാണെന്ന് കരുതിയ മറ്റൊരു നടൻ ഇനി ഉണ്ടാകാൻ ഇടയില്ല. പക്ഷെ ഒരാൾക്കും അനുകരിക്കാൻ പറ്റാത്ത അഭിനയിച്ച ആ വേഷങ്ങളിലൂടെയും മലയാളികൾ എന്നും മൂളിക്കൊണ്ട് നടക്കുന്ന ആ നാടൻ പാട്ടുകളിലൂടെയും പണ്ട് അനുകരിച്ചുകൊണ്ട് കിടന്ന ആ ചിരിയിലൂടെയും മണിച്ചേട്ടൻ എന്നും മലയാളികളുടെ അല്ല, നമ്മളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാകും. നിങ്ങളൊരു മൂവി ലവർ ആണോ എങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മൂവി ലവേഴ്സ് ആയ ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്യുക.